നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടോ കുറെ നേരം ആയല്ലോ, താൻ ദേവിക്ക് മനസ്സമാനേ കൊടുക്കില്ല. സത്യം തെളിയിക്കാനുള്ള പ്രാർത്ഥനയായിരുന്നു വിഷ്ണുട്ടാ. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് സുസ്മിതയാണെന്ന് പ്രീതിക്ക് പോലും മനസ്സിലായി. പ്രീതി തന്നത് പറഞ്ഞിട്ടും സത്യാമ്മയ്ക്ക് വിശ്വാസമായില്ലല്ലോ. അതിപ്പോ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമൊന്നും തോന്നില്ല. അത്രയ്ക്ക് കണ്ണടച്ച സുസ്മിത അമ്മ വിശ്വസിക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കും ഒരു അന്ത്യമുണ്ട് വിഷ്ണുട്ടാ. ദേവസുന്ദരിയുടെ രൂപത്തിലല്ലേ പൂതന കണ്ണനെ കൊല്ലാൻ വൃന്ദാവനത്തിലെത്തിയത്. അന്ത്യം ഭയാനകമായിരുന്നു. മരിച്ചു വീണപ്പോ രാക്ഷസ രൂപം പുറത്തു വരികയും ചെയ്തു. നമ്മുടെ പ്രീതിയുടെ ഉണ്ണിക്കണ്ണനെ ഇല്ലാതാക്കിയവളുടെയും യഥാർത്ഥ രൂപം വൈകാതെ വെളിയിൽ വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ എന്തിനാ? ശ്യാമയാണല്ലോ. ശ്യാമേ, എന്താ? ശരി ശരി, വിഷ്ണു ഏട്ടനെ കൂട്ടി പെട്ടെന്ന് വരാം. എന്താടോ, എന്ത് പറ്റി? രാജീവ് സാറിന് വെട്ടേറ്റെന്ന്. എന്ത് വെട്ടേറ്റതാ? എങ്ങനെ? അതൊക്കെ പറയാം വിഷ്ണു ഏട്ടൻ. വാ. ശ്യാമേ, രാജീവ് സാൻ എന്താ പറ്റിയ? സാർ എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററല്ല. സാറിന് എന്താ പറ്റിയ? ഒന്ന് പറ, സാറിന് എന്താ പറ്റിയെന്ന്. സാറിന് എന്താ പറ്റി? എനിക്കൊന്നുമില്ലടോ, കാലിന് ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. ഇപ്പൊ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോവാം സിസ്റ്റർ. എവിടെയാ ഡോക്ടറിന്റെ റൂം? ദാ അവിടെ, ഡോക്ടർ SP ലാൽ. സാറിനെ ഒന്ന് നോക്കിക്കോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.